ഇൻസ്റ്റാഗ്രാമിൽ ഒരു വ്യക്തിയുടെ നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്യാൻ പുതിയ രീതി. അതായത് ഓരോ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഹൈഡ് ചെയ്യാനും ഓരോരോ രീതിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എല്ലാവരും മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ്. നിരന്തരം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനത്തെ ഒരുപാട് സുഹൃത്തുക്കളും കാണും. എന്നാൽ ചില ഘട്ടത്തിൽ അവർ മെസ്സേജ് അയക്കുന്നത് നമുക്ക് ശല്യമായി തോന്നുന്നത് പോസ്റ്റൊന്നുമല്ല, മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്യുന്ന, അതായത് മ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അവരയക്കുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻ എങ്ങനെ മ്യൂട്ട് ചെയ്യാം, അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. 2026 ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതറിയാമെന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് കാണും, അറിഞ്ഞിടാത്തവർക്ക് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കുക. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതില്ലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇന്ന് ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിലാണോ ആ വ്യക്തി കിടക്കുന്നത്, നിങ്ങൾക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്ന വ്യക്തി കിടക്കുന്നത്, നിങ്ങൾക്ക് ശല്യമെന്ന് തോന്നുന്ന വ്യക്തി ഏത് അക്കൗണ്ടിലാണോ കിടക്കുന്നത് ആ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ആ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആരെയാണോ ഇതിൽ നിന്നും മെസ്സേജ് അവർ അയക്കുന്ന മെസ്സേജ് മ്യൂട്ട് ചെയ്യേണ്ട, മെസ്സേജ് മാത്രമേ മ്യൂട്ടാവുകയുള്ളൂ, വേറെ അവരെ പോസ്റ്റോ ഒന്നും തന്നെ മ്യൂട്ടാവുകയില്ല. അവർ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെയില്ല, അത് തടയുന്നതാണ്, അത് മാത്രമേ മ്യൂട്ടാവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരാളെ എടുക്കുകയാണ്. ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാളെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അതിനായിട്ട് ആ വ്യക്തിയുടെ ഇതുപോലെ അയാൾ മെസ്സേജ് ഓപ്ഷൻ ഇതുപോലെ തിരഞ്ഞെടുക്കുക. മെസ്സേജ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാളെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവരയക്കുന്ന മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരാതിരിക്കാനുള്ള മാർഗമാണ് പറയുന്നത്. മ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യേണ്ടത്, മ്യൂട്ട് മെസ്സേജസ് ആണ്, മ്യൂട്ട് കോൾസ് ആണ്, ഹൈഡ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണോ മ്യൂട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതാണോ മ്യൂട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ അവർ നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ മെസ്സേജ് മ്യൂട്ട് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മെസ്സേജസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക. അനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത് എത്ര മണിക്കൂറിലേക്കാണ് അവരെ മെസ്സേജ് മ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെ മെസ്സേജ് നിങ്ങൾക്ക് എത്ര നേരത്തേക്കാണ് മ്യൂട്ട് ചെയ്യേണ്ടത് അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതായത് അവർ മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയില്ല, അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ അവർ തന്നെ ഡിഫാൾട്ടായിട്ട് തന്നിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ അവർ നിരന്തരം അവർ മെസ്സേജ് അയക്കുമ്പോൾ നോട്ടിഫിക്കേഷനേ വരണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് അവസാനത്തെ ഓപ്ഷൻ അൺസ്റ്റിൽ ചേഞ്ച് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ഏത് മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരുന്നതില്ല. അതുപോലെ തന്നെയാണ് കോൾസിൻ്റെതും എല്ലാം ഇതുപോലെ എല്ലാം അനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എല്ലാം അനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മെസ്സേജിൻ്റെ കാര്യം പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ അവർ നിരന്തരം മെസ്സേജ് അയക്കുകയാണ്, അവരെ നോട്ടിഫിക്കേഷൻ ഇനി വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മ്യൂട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും വരണ്ടെന്നുണ്ടെങ്കിൽ അൺസ്റ്റിൽ ഐ ചേഞ്ച് ഇറ്റ് ഓപ്ഷൻ അവസാനത്തെ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ അവർ എത്ര മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതല്ല, അവർ നിങ്ങൾക്ക് ശല്യം ആകുന്നതല്ല. ഇനി മറ്റൊരാളെ ഇതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അയാളെയും ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഐക്കൺ കാണും. ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്.
നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രീതിയിലാണ് 2026 നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതും വിവിധ രീതിയിൽ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൾസ് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇനി അവരയക്കുന്ന മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷനേ എനിക്ക് വരണ്ട, എപ്പോഴും മ്യൂട്ടായിരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിലെ ബെല്ലിലേക്കാണ് അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക. ഇനി മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് അറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അറിയാത്തവർക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ആൻഡ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.